നൽകിയ സാഫല്യങ്ങളുടെ പ്രപഞ്ചാധികാരിയെ സലാം. യാ റസൂലല്ലാഹ് ഇസ് ഖാക് മേ പോഷീദ ഹേ ഗോഹറേ നായാബ്. അനർത്ഥമായ മൂല്യങ്ങളുടെ നിധികുംഭങ്ങളാണ് മദീനായുടെ മണൽപ്പരപ്പിൽ അടയാളപ്പെടുത്തിയത്. യാ റസൂലല്ലാഹ് തസവ്വുർ മേ മദീനെ की जहां तस्वीर बनती है वहीं पे जिंदगी की हर अदा तस्वीर बनती है. അവിടുന്ന് ലോകമോചനത്തിന്റെ മണിമന്ത്രങ്ങളാണ് മദീനയുടെ മണൽപ്പരപ്പിൽ മറച്ചു വച്ചിരിക്കുന്നത്. അതിനോടാണ് പ്രണയം. അതുകൊണ്ട് മോനെ, നീ താൽക്കാലിക ആവേശത്തിന്റെ പേരിൽ നീ തെരുവിൽ നിന്റെ യുവത്വം പണയം വെക്കരുത്. നീ ബുദ്ധിപൂർവമായി മുന്നോട്ട് പോകണം. അതാണ് പണ്ഡിതന്മാര് വിളിച്ചു പറയുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സമകാലിക ലോകത്ത് ഒരുപാട് മുസ്ലിം ഭരണാധികാരികളുണ്ട്. ചിലരുടെ മസ്തിഷ്കം രാഷ്ട്രീയത്തിന് വേണ്ടി ചെലവഴിച്ചു, ചിലരുടെ മസ്തിഷ്കം സയൻസിന് വേണ്ടി ചെലവഴിച്ചു. APJ അബ്ദുൽ കലാം നിപുണനായ നമ്മുടെ രാജ്യത്തെ ഒരു വ്യക്തിപ്രഭാവമാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ APJ പോലെ ഒരു വ്യക്തി ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം 3 മേഖലകളെ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബക്കാരനൊന്നുമല്ല. രാഷ്ട്രീയപരമായി എനിക്കൊരു ബന്ധവുമില്ല. പക്ഷേ പ്രതിരോധത്തിലും ശാസ്ത്രത്തിലും അധികാരത്തിലും ഒരുപോലെ കൈകാര്യം ചെയ്ത വ്യക്തി നെഹ്റുവിനങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇന്ദിരയ്ക്കങ്ങനെ ഉണ്ടായിരുന്നില്ല, രാജീവിനങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരാൾക്കും അങ്ങനെ ഒരു മൾട്ടി പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് APJ അബ്ദുൽ കലാം. അയാളുടെ മസ്തിഷ്കം ഒരു ഭാഗത്ത് സയൻസിന് വേണ്ടി, മറുഭാഗത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി, വേറൊരു ഭാഗത്ത് പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിച്ചു. ആകാം, സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഏറ്റവും മനോഹരമായി ബുദ്ധി വിനിയോഗിച്ചവരാരാണ്? അൽ-ഇസ്തിഗാലു ബിൽ-ഇൽമി മിൻ ഔലാ മാ ഉംഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. പരിജ്ഞാനത്തിന്റെ പ്രപഞ്ചത്തിൽ നിന്ന് ശകലങ്ങളെ എടുത്തിട്ട് ആ വൈജ്ഞാനികമായ മണ്ഡലത്തിൽ നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങളെ മാറ്റിവെച്ച് നിലകൊണ്ടവരാണ് പണ്ഡിതന്മാർ. ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ ബുദ്ധി രാഷ്ട്രീയത്തിലായിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയാകുമായിരുന്നു. വേറൊരു മേഖലയിലായിരുന്നെങ്കിൽ ലീഡർഷിപ്പിലേക്ക് പോകുമായിരുന്നു. നമ്മുടെ അധികാരികൾ നമ്മളുടെ വോട്ട് വാങ്ങിയിട്ട് അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉയരുന്നുണ്ട്. അവർക്ക് ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ഉയരുന്നുണ്ട്. ഇങ്ങോട്ട് സമുദായത്തിലേക്കുള്ള കരുണ കേവലമാണ്, പരിമിതമാണ്. പണ്ഡിതന്മാർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും കൈനീട്ടുന്നത് അവർക്ക് വേണ്ടിയല്ല, ഈ ഉമ്മത്തിന് വേണ്ടിയാണ്. 10,000-കണക്കിന് അനാഥകൾക്ക് അവലംബം നൽകാനാണ് ഖമറുൽ ഉലമയുടെ കാറോടുന്നത്. ലക്ഷക്കണക്കിന് മുസ്ലിം സമുദായത്തിന് സാരഥ്യമരുളാനാണ് അവിടുത്തെ രാപ്പകൽ അധ്വാനം നടത്തുന്നത്. ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ സാരഥ്യം കൊടുക്കാനാണ് അവിടുത്തെ സുബഹിക്ക് ശേഷമുള്ള ദർസ് നടക്കുന്നത്. അവിടുന്ന് അമേരിക്കയിലേക്ക് പോയത് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടിയാണ്, മറ്റേതെങ്കിലും താൽക്കാലികതയ്ക്ക് വേണ്ടിയല്ല. ഹോങ്കോങ്ങിൽ പങ്കെടുത്തത് അഹ്ലുസുന്നയുടെ സമരമുറ ഉയർത്താനാണ്.